അച്ഛനാണ് ഹീറോ. അച്ഛനെ പോലെ തന്നെ ആവണമെന്നാണ് ആഗ്രഹം. അച്ഛൻ അടിച്ചിട്ടുണ്ട്? പിന്നെ എന്തിനെന്ന് ചോദിച്ചാൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന എൻ്റെ ഫാദർ തന്നെയാണ്. ഹാപ്പി ഫാദേഴ്സ് ഡേ. ലവ് യു, മിസ് യു. പെട്ടെന്ന് ഭയങ്കര സ്നേഹമുള്ള ആളാണ്. ആദ്യം ചീത്ത പറയും, അടിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും പിന്നെ നമുക്ക് മനസ്സിലാവുള്ള അതിൽ കാര്യമുള്ള കാര്യത്തിനാണ് പുള്ളി അങ്ങനെ റിയാക്ട് ചെയ്യണതെന്നും എല്ലാം. നമ്മൾ എന്ത് ചെയ്താലും അറിയും, അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള പണിയും തരും. പിന്നെ നമുക്ക് മനസ്സിലാവും അത് കാര്യമുള്ള കാര്യത്തിനാണെന്ന്. ആദ്യം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തായാലും ദേഷ്യം വരികയും ചെയ്യും. പിന്നീട് നമുക്ക് മനസ്സിലാക്കുള്ളൂ നമ്മുടെ നല്ലതിന് വേണ്ടിയാണെന്ന്. വ്യാപാരികൾ രണ്ട് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടും. അവർക്ക് നമ്മൾ തിരിച്ചെന്തെങ്കിലും കൊടുക്കാൻ പറ്റിയ അത്ര നല്ലത്. ഫാദേഴ്സ് ഡേ ആയിട്ട് പെട്ടെന്ന് അച്ഛനെ കുറിച്ച് ഓർമ്മ വരുന്നത് എന്താണ്? അച്ഛനെ പറ്റിയിട്ട് ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ ചെറുപ്പത്തിലൊക്കെയുള്ള ഒരു അച്ഛനെ പറ്റിയിട്ടാണെങ്കിൽ കുറച്ചൊരു ഗൗരവം പിടിച്ച ഒരാളായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മുടെ ഒരു ലൈഫിൻ്റെ ഒരു പ്രത്യേക മൊമെൻറ്റ് മുതൽ അച്ഛൻ ഭയങ്കര സപ്പോർട്ടീവായിട്ട്, അത് മേ ബി നമ്മുടെ ആ പ്രായത്തിൻ്റേതായിട്ട് അന്ന് തോന്നിയതായിരിക്കും, സപ്പോർട്ടീവ് അല്ല എന്ന് അന്ന് തോന്നിയതായിരിക്കും. പക്ഷേ ഇപ്പം എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന എൻ്റെ ഫാദർ തന്നെയാണ്. അപ്പോൾ അച്ഛൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് എന്താണ്? അച്ഛൻ ഫസ്റ്റിൽ എനിക്ക് തരുന്നത്, ഞാൻ ഇങ്ങനെ പറഞ്ഞു അച്ഛൻ ഈ ബൂട്ട് ഇതൊക്കെ വേണം, അങ്ങനെ അച്ഛൻ ഗൾഫിൽ നയിച്ചു വിട്ടായിരുന്നു. ബൂട്ട്, ഫുട്ബോൾ എല്ലാം കിറ്റ് ഫുള്ള്. അച്ഛൻ എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ആ ഉണ്ട്. എന്താണ്? ഡ്രസ്സ്. ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്, അപ്പോൾ എന്തെങ്കിലും ഡ്രസ്സ് എടുത്ത് കൊടുക്കണം, ഉറപ്പായിട്ട് അത് ചെയ്യുന്നത്. അന്ന് ഗൾഫിലൊക്കെ നിൽക്കുന്ന സമയത്ത് വിഷമം മിസ് ചെയ്തിട്ടുണ്ടോ? ആ, മിസ് ചെയ്തിട്ടുണ്ട്. കാരണം അച്ഛനെന്ന് പറയുമ്പം ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭ്രാന്താണ്, മെസ്സി ഫാനാണ്. ആ, എന്നെങ്കായി എന്തുവാ, രാത്രി 2 മണിക്കായാലും അച്ഛൻ എണീറ്റ് കളി കാണും, എന്നിട്ട് ഞങ്ങളെ തട്ടി വിളിക്കും. അച്ഛനിപ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാൻ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നു? നമ്മളച്ഛനെ നന്നായിട്ട് നോക്കൂല, അതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഒരുമിച്ച് പോകാൻ പറ്റിയ ഏറ്റവും ഇഷ്ടം തോന്നിയ സ്ഥലം അങ്ങനെ എന്തെങ്കിലും? ഒരുമിച്ച് വീട്ടിൽ തന്നെ ഫാമിലിയോട് കൂടി ഇരിക്കാനാണ് ഇഷ്ടം. എനിക്ക് ഇവിടെയൊക്കെ യാത്ര പോകാൻ ഇഷ്ടമാണ്. പിന്നെ കൂടുതൽ സമയം യാത്ര പോയി ഞാൻ ഒപ്പനും വഴക്കുണ്ടാക്കും. ഏതായാലും അത് കഴിഞ്ഞാൽ ഓക്കെ ആവും, അത് നല്ല രസമാണ്. വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ഓക്കെ ആകുമ്പോൾ രസമാണ്. എവിടെയെങ്കിലും കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ ചിലപ്പോൾ മറന്നു പോയി, ചിലപ്പോൾ തിരക്കുകൊണ്ട് മറന്നു. ഇല്ല, അങ്ങനെയല്ല. ഇവിടെ നമ്മുടെ കാര്യം പറഞ്ഞാൽ മറക്കില്ല, അത് മറക്കില്ല. അതാണല്ലോ അച്ഛൻ. അവൻ്റെ പേരെന്താ? ആദിത്യൻ. അർജുൻ. സാൻജോസ്. ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്? അച്ഛൻ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ മേടിച്ചു തന്നതും എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യണതൊക്കെ അച്ഛനാണ്. അച്ഛനാണ് ഇപ്പോൾ ഹീറോ. അച്ഛനാണ് ഹീറോ. അച്ഛനെ പറ്റി ഓർമ്മയെന്ന് വെച്ചാൽ ലൈക്ക് നമ്മുടെ കുഞ്ഞിലേ തൊട്ട് ഇപ്പോൾ വരെ ലൈക്ക് കൂടെ നിന്ന് എന്ത് കാര്യമാണെങ്കിലും സാധിച്ചു തന്നു. ഇപ്പം ഒരു കാര്യം ഇപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ അത് ഇന്നല്ലെങ്കിൽ നാളെ സാധിച്ച് തന്നിരിക്കും. ഇവൻ ഉമ്മിയെക്കാളും കൂടുതൽ വാപ്പിയാണ്, ഭയങ്കര അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ളൊരു. അതെ തീർച്ചയായിട്ടും ഭയങ്കര ക്ലോസ് ആണ്. എന്തും പറയാം. ലൈക്ക് എൻ്റെ ഉമ്മയും വാപ്പിയും ഒരേപോലെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെ എന്ത് വേണമെങ്കിലും ഷെയർ ചെയ്യാം, ഒരു പ്രോബ്ലം ഇല്ല. എന്തിനാണെങ്കിലും കൂടെ നിൽക്കാം. അപ്പോൾ അച്ഛനുമായിട്ട് എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത ഇൻസിഡൻസ് അങ്ങനെ എന്തെങ്കിലും? മറക്കാൻ പറ്റാത്ത ഇൻസിഡൻറ്റ് എന്ന് വെച്ചാൽ ഇത് തന്നെ, ചെറുപ്പത്തിൽ നമ്മൾ എടുത്തു കാണുന്ന നോക്കുക, അതൊന്നും മറക്കാൻ പറ്റില്ല. അച്ഛൻ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ കുറേ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് കൂടെ നിന്നത് വീട്ടുകാർ മാത്രമാണ്, അതുകൊണ്ട് എന്തായാലും മറക്കാൻ പറ്റത്തില്ല. അപ്പോൾ അച്ഛനാണ് എല്ലാവിധ സപ്പോർട്ടും. ആ, പിന്നെ ഉറപ്പായിട്ടും. അച്ഛനായിട്ട് ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ടുണ്ടോ? അച്ഛനായിട്ട് ബാംഗ്ലൂർ പോയിട്ടുണ്ട്. അച്ഛൻ എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ട്? ആ, ഉറപ്പായിട്ടും. എന്താണ്? പറ്റിയിട്ടില്ല. അച്ഛന് വാച്ച് വായിച്ചു കൊടുക്കുന്നുണ്ട്, ഇതുവരെ പറ്റിയില്ല. മറക്കാൻ പറ്റാത്ത നിമിഷം എന്ന് വെച്ചാൽ എവറി മൊമെൻറ്റ് നമുക്ക് മറക്കാൻ പറ്റാത്തത് തന്നെയാണ്. പിന്നെ എന്നാലും എസ്പെഷ്യലി എടുത്തു പറയുമ്പം നമുക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ ലൈഫ് ഇത്ര ഒരു സ്മൂത്തായിട്ട് പോകാനും, പ്രത്യേകിച്ച് ഞാനൊരു വല്ലാത്തൊരു ബ്രേക്ക് ഡൗണിൽ പോയ സമയത്തോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു ഡിപ്രഷനിലേക്ക് പോയൊരു സമയത്ത് അച്ഛൻ തന്ന ഒരു എനർജി ഉണ്ട്, അതൊക്കെ എനിക്ക് അത്ര മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇപ്പോഴും സ്റ്റിൽ ഓരോ കാര്യങ്ങൾക്കും നമുക്ക് വേണ്ടി കൂടെ നിൽക്കുന്നത്, നമ്മളെ ചേർത്ത് പിടിക്കുന്നത്. എൻ്റെ ഈ ഒരു ഏജിൽ ഇപ്പം ഞാൻ സ്വന്തമായിട്ട് കാര്യങ്ങൾ നോക്കി നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ അതൊക്കെ തന്നെയാണ് അത്ര വാല്യുബിളായിട്ട് മറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. അച്ഛനാണ് അപ്പോൾ ഹീറോ? ഓൾവേസ് അച്ഛനാണ് ഹീറോ. അപ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് മേടിച്ച് തന്നതോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ടോ? ഞാൻ 10ാം ക്ലാസ്സിലായിരുന്നപ്പം SLC പരീക്ഷയ്ക്ക് പപ്പു വിചാരിച്ച് ഞാൻ പൊട്ടൂന്ന. അപ്പം റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 2A+. അപ്പം അങ്ങനെ മേടിച്ചു തന്നെയാണ് ഈ മാല. ഓക്കെ. അപ്പം അച്ഛൻ മറക്കാൻ പറ്റാത്ത ഗിഫ്റ്റുകളൊക്കെ വാങ്ങിച്ച് തന്നിട്ടുണ്ട്. അപ്പം അച്ഛനുമായിട്ട് ഒരുപാട് യാത്ര ചെയ്യാറുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇല്ല. നല്ലൊരു ഫ്രണ്ടിനെ പോലെയാണോ അതോ? കുഴപ്പമില്ല, ഫ്രണ്ട്ലി ആവേണ്ട സമയത്ത് ആവും. അച്ഛൻ അടിച്ചിട്ടുണ്ട്?
പിന്നെ ഒരുപാട്. എന്തിനായിരിക്കും അടിച്ചത്? എന്തിനെന്ന് ചോദിച്ചാൽ ആൾക്ക് അടിച്ചിട്ട് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോണ സ്വഭാവമൊക്കെ ആണല്ലോ. ഇങ്ങനെ കരഞ്ഞിരിക്കുമ്പോഴത്തേക്കും അടുത്ത് വന്നിട്ട് സങ്കടം വരും. ഇവനെ വിഷമിപ്പിച്ചാലും പിന്നെ വന്നോളും, പുറകെ വരും. സങ്കടം വിഷമിച്ചിരിക്കണ കാണുമ്പോൾ ആൾക്ക് വിഷമം. അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്ന് അറിയാമോ? ബിരിയാണി. അച്ഛനുമായിട്ട് എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരു സ്ഥലത്ത്? പോവാൻ പറ്റിയ സാഹചര്യമില്ല, അച്ഛൻ മരിച്ചു. ആണല്ലേ. ഇപ്പോൾ ഈ വീഡിയോ അച്ഛൻ ഇപ്പോൾ ടി വിയിലൂടെ കാണുവാണെന്ന് വെച്ചു. അപ്പോൾ അച്ഛനോട് എന്താണ് നിനക്ക് പറയാനുള്ളത്? അച്ഛനെ ഒരുപാട് ഇഷ്ടമാണ്. അച്ഛനോട് ആദ്യം ദേഷ്യപ്പെട്ടുവെങ്കിലും പിന്നെ സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റൂലല്ലോ. അച്ഛൻ എന്താണെന്നുള്ളത് നമുക്ക് പിന്നെ വഴിയെ മനസ്സിലായിക്കൊണ്ടിരിക്കും. അച്ഛനാണ് ഹീറോ. അച്ഛനെ പോലെ തന്നെ ആവണമെന്നാണ് ആഗ്രഹം. ഹാപ്പി ഫാദേഴ്സ് ഡേ. 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 ലവ് യു, മിസ് യു. സെയിം ടു നിങ്ങൾക്കും ഹാപ്പി ഫാദേഴ്സ് ഡേ. അതുപോലെ ഇത് കാണുന്ന വ്യൂവേഴ്സിനും ഹാപ്പി ഫാദേഴ്സ് ഡേ.